തൃശൂർ തൃപ്രയാറിൽ വാഹനം തടഞ്ഞു നിർത്തി പണം തട്ടിയ കേസിൽ ഒരാൾ പിടിയിലായി. കയ്പമംഗലം സ്വദേശി ശർമ്മയാണ് പിടിയിലായത്. കവർച്ചക്കെത്തിയ ഇന്നോവ കാർ വാടകയ്ക്കെടുത്തത് ശർമ്മയാണ്. പണം മറ്റു പ്രതികളായ രഞ്ജിത്തിന്റെയും സംഘാംഗങ്ങളുടെയും കയ്യിലാണെന്ന് ശർമ്മ പോലീസിന് മൊഴി കൊടുത്തു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എം. ഈ 8 സംഘത്തെ പൂർണ്ണമായി തിരിച്ചറിയാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടി ശർമ്മ കസ്റ്റഡിയിലായി എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇന്നലെയോടുകൂടി ഇയാളെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ പണം മുഴുവൻ ഇതിലെ മറ്റൊരു പ്രധാനിയായ രഞ്ജിത്തിന്റെ കയ്യിലാണ് എന്ന മൊഴിയാണ് ഇപ്പോൾ ശർമ്മ നൽകിയിരിക്കുന്നത്. ഈ പെരുമ്പിലാവുകാരനായ മജീദിനെയും അതുപോലെ തന്നെ ഹമീദിനെയും ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന ഹമീദിനെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ശർമ്മയാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ശർമ്മയ്ക്കാണ് ആ ഒരു കണക്ഷൻ ഉള്ളത്. ശേഷമാണ് രഞ്ജിത്ത് ഇതിലേക്ക് വരുന്നത്. എന്തായാലും ഈ പ്രതികളെ പൂർണ്ണമായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 16 ലക്ഷം രൂപ മാത്രമാണോ ഇവിടേക്ക് വന്നത്, അതോ ഇതിൽ കൂടുതൽ പണമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം അവരുടെ അന്വേഷണം തുടരുകയാണ്. ഇന്നോടുകൂടി മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിൽ എടുക്കാമെന്നാണ് പറയുന്നത്. കോൺഗ്രസ് പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി ഉൾപ്പെട്ട ആളുകളാണ് ഈ ലക്ഷങ്ങളുടെ തട്ടിപ്പിന് ഇരയായത്. പണത്തിന് പകരം ഡോളറാക്കി നൽകാമെന്ന് പറഞ്ഞാണ് ഇവരെ തൃപ്രയാറിലെ ആമലത്ത് കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തി മുളകുപൊടി സ്പ്രേ ചെയ്ത് വാഹനം തകർത്ത് ഈ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും മൊഴി നൽകിയത് പ്രകാരമാണെങ്കിൽ 16 ലക്ഷം രൂപയാണ്. പക്ഷേ അതിൽ കൂടുതൽ പണം കവർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. എസ് കെ. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.